നമസ്കാരം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശം നടത്തിയ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷയുമായ PK ശ്രീമതി. കൂട്ടബലാത്സംഗം പെൺകുട്ടികൾ ഇഷ്ടത്തോടെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മോഹൻദാസിന് പെൺമക്കളില്ലേ എന്നും വീട്ടിലെ സ്ത്രീകളില്ലേ എന്നും ശ്രീമതി ചോദിച്ചു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്നും ഈ രൂപത്തിലുള്ളൊരു പ്രയോഗം വന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതിക്രമത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരു രൂപമാണ് ബലാത്സംഗം. സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിന് വിധേയമാകാൻ വേണ്ടി വന്നവരാണെന്നാണ് RSS നേതാവ് പറഞ്ഞത്. ലോകത്തൊരു സ്ത്രീയും അംഗീകരിക്കുന്ന ഒന്നല്ല ഇത്. ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടും ഒരു ക്ഷമ പോലും ചോദിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശ്രീമതി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിദ്വേഷം ജനിപ്പിക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒട്ടനവധി പ്രസംഗങ്ങൾ ഇതുപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വർഗീയ പ്രസ്താവനകൾ. വടക്കേ ഇന്ത്യയിൽ പ്രത്യേക മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വെറുപ്പുണ്ടാക്കുന്ന, വർഗീയത പറയുന്ന ധാരാളം പ്രസംഗങ്ങൾ RSSന്റെയും BJPയുടെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കൾ നടത്താറുണ്ട്. മന്ത്രിമാരുടെ ഭാഗത്ത് നടക്കമുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ വളരെ കുറവാണത്. പല BJP RSS നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രസ്താവനയാണിത്. BJPയുടെ എത്രയോ നേതാക്കന്മാരെ എനിക്കറിയാം. പക്ഷെ അവരിൽ നിന്നൊന്നും ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ TG മോഹൻദാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം RSSന്റെ പ്രവർത്തകനും നേതാവുമാണ്. അങ്ങേയറ്റം സംസ്കാരശൂന്യമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിനും കേരളീയ സംസ്കാരത്തിനും ഒട്ടും യോജിക്കാത്ത വിധത്തിലുള്ള ഭാഷയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശത്തെ മുൻനിർത്തി ജന്തർ മന്ദറിൽ 35 ദിവസത്തിലേറെ നടത്തിയ പോരാട്ടം സംഘടിത സമരമായിരുന്നില്ല. ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും കുട്ടികൾ വന്നു ചേർന്ന് നീതിക്ക് വേണ്ടി നടത്തിയ ധർമ്മസമരമായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടത്. ആ സമരത്തിൽ പങ്കെടുത്തവരെ വെടിവെച്ച് കൊല്ലണമെന്നാണ് മോഹൻദാസ് പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ വെടിവെച്ച് കൊല്ലാനാണ് പറയുന്നത്. AK-47 തോക്കുപയോഗിച്ച് കുട്ടികളെ വെടിവെച്ച് കൊല്ലാനുള്ള പ്രയോഗം ഇപ്പോൾ നമ്മൾ ചില സംസ്ഥാനങ്ങളിൽ കണ്ടു. അത് പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളതാണോ രാജ്യം ഭരിക്കുന്നവരുടെ ലക്ഷ്യം? ഇതിനു മുൻപ് ജനാധിപത്യ രാഷ്ട്രം അങ്ങനെയാണോ സമരത്തെ നേരിട്ടത്? അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. രാജ്യം മുഴുവൻ പ്രതിഷേധിക്കേണ്ട ഏറ്റവും അപലപനീയമായ പ്രസ്താവനയാണ് TG മോഹൻദാസ് എന്ന RSS നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതെന്നും ഏറ്റവും മ്ലേച്ഛമായ, അധമമായ രീതിയിൽ പെൺകുട്ടികളെ കാണുന്ന മനോഭാവമാണ് മോഹൻദാസ് പറഞ്ഞത്. മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്കാരത്തിൻ്റെയോ ആശയത്തിൻ്റെയോ ഭാഗമായിട്ടാണോ അദ്ദേഹം ഈ രൂപത്തിൽ പ്രതികരിച്ചത്? സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ പെൺകുട്ടികളുടെ ചുറുചുറുക്കും ഊർജ്ജസ്വലതയും അവരുടെ മുദ്രാവാക്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുകയാണ്. സമരത്തിനിടെ ഒരു പെൺകുട്ടിയെ പോലീസ് അകാരണമായി ലാത്തികൊണ്ട് മർദ്ദിച്ചപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളൊരു പെൺകുട്ടി ആ പോലീസുകാരനെ തള്ളി മാറ്റി. ആ കുട്ടിയെ അടിക്കരുതെന്ന് പറഞ്ഞ പെൺകുട്ടി ഈ സമരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് അവൾ. ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിഞ്ഞത്. മഹിളാ അസോസിയേഷന്റെ ഹിമാചൽ സ്റ്റേറ്റ് സെക്രട്ടറി ഫാൽമ ചൗഹാൻ ആ പെൺകുട്ടിയെ വീട്ടിൽ പോയി അന്വേഷിച്ചു. ഇവരെക്കുറിച്ചൊക്കെ മോഹൻദാസ് എന്താണ് പറഞ്ഞത്? അവിടെ പങ്കെടുത്ത പെൺകുട്ടികൾ കൂട്ടബലാത്സംഗം വളരെ ഇഷ്ടത്തോടെ സ്വീകരിക്കുമെന്നാണ്. എന്തൊരു പ്രയോഗമാണ്! അദ്ദേഹത്തിന് മക്കളില്ലേ, പെൺകുട്ടികളില്ലേ എന്നാണ് ശ്രീമതി ചോദിച്ചത്.